Second, continue with the second problem of branch and bound method. Last നമ്മൾ LP112 എന്ന് പറയുന്ന ഈ പച്ച റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ ട്രയാങ്കിളിന്റെ റീജിയൻ ആണ്. അതിനെ ബ്രാഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. 112ന് 13/4ലാണ്. 112 is the triangle. 112നെ നമ്മൾ ബ്രാഞ്ച് ചെയ്തു. ബ്രാഞ്ച് ചെയ്തപ്പോൾ നമുക്ക് 112 112 കിട്ടി. 112 x2 less than or equal to 0. 112 ആണ് ട്രയാങ്കിൾ. 112 താഴെ കാണുന്ന മുമ്പ് വരച്ചപ്പോൾ ക്ലിയർ അല്ലായിരുന്നു, ഞാൻ ലൈൻ ഒന്നോട് ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണ്. 112 എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ x2 less than or equal to 0 എന്നുള്ള പാർട്ട്. x2 less than 0 എന്നുള്ളത് ഫീസിബിൾ റീജിയനിലേ ഇല്ല. അപ്പൊ x2 equal to 0 എന്ന് പറയുന്നത് ഇപ്പൊ കടുപ്പത്തിൽ അത്രയും കടുപ്പമൊന്നും ഇല്ല, ഒരു ലൈനേ ഉള്ളൂ. x2 equal to 0 എന്നുള്ള ലൈൻ x1 equal to ഈ കാണുന്ന പോയിന്റ് എത്രയായിരിക്കും? x1 equal to അതിന് മുമ്പിലത്തെ 2 ആണ്. x1 equal to 2 തുടങ്ങി പിന്നെ ഈ അങ്ങേറ്റത്തെ പോയിന്റ് ആയ 13/4 വരെയുള്ളതാണ് ആ ലൈനിന്റെ പാർട്ട്. അടുത്തത് x2 greater than or equal to 1 ആയിരുന്നു. x2 greater than or equal to 1 ട്രയാങ്കിളിന്റെ ഫീസിബിൾ റീജിയനിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് സൊല്യൂഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 112നെ നമുക്ക് 13/4 വെച്ച് x1 13/4 വെച്ച് ഇനിയും ബ്രാഞ്ച് ചെയ്യാം. x1 13/4 എന്ന് പറയുമ്പോൾ 3 പോയിന്റ് ആണ്. അപ്പോൾ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആദ്യത്തെ ബ്രാഞ്ചും x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 രണ്ടാമത്തെ ബ്രാഞ്ചും തരും. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ പ്രോബ്ലവും LP112ന്റെ ആദ്യത്തെ സബ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ LP112 അതിന്റെ ഫസ്റ്റ് സബ് പ്രോബ്ലം. LP1121 ആയിരുന്നു പഴയ ഉണ്ടായിരുന്നത്, അതിന്റെ ഫസ്റ്റ് സബ് പ്രോബ്ലം LP11211 ആൻഡ് ദ അതർ പ്രോബ്ലം ഈസ് LP1121ന്റെ രണ്ടാമത്തെ സബ് പ്രോബ്ലം 1112 എന്നാവും. 1112 എന്ന് പറയുന്നത് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളതാണ്. 13/4 എന്ന് പറയുന്ന 3 പോയിന്റ് ആണ്. x1 3 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കടന്നു പോകും. അതോടെ ഫീസിബിൾ റീജിയനേ ഇല്ല. നമ്മൾ ആ റെഡ് ലൈനിലാണ് ഇനി നോക്കുന്നത്. അവിടെ ഇനി x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4ൽ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇവിടെ നോ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് എഴുതേണ്ടി വരും. ഇത് പ്രൂവ്ഡായി, ആവശ്യമില്ല എന്ന് സമാധാനം കാണിക്കാൻ വേണ്ടിയാണ് ആദ്യം ചെയ്തത്. ഇനി മറ്റേത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഈ ലൈനിൽ നോക്കണം. ഇത് 2ൽ തുടങ്ങുന്ന ലൈനാണ്. 13/4 3 പോയിന്റ് സംതിങ്ങിൽ തീരുന്നതാണ്. അപ്പോൾ നമ്മളുടെ 3 ഇവിടെ വരെ ആയിരിക്കും. അപ്പൊ ഞാൻ അതിലൊരു പച്ചമഷി ഉപയോഗിച്ച് നമ്മളുടെ LP11211നെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതിന്റെ പൊക്കത്തിൽ പച്ച വരച്ചാൽ നിൽക്കിയെല്ലാം തോന്നുന്നു. നിൽക്കും. അപ്പൊ ഈ കാണുന്നതാണ്. അവിടെ നേരത്തെ പച്ചയായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാനതിനെ നീലയാക്കി കാണിക്കാം. 2 തുടങ്ങി 3 വരെ, 2 തുടങ്ങി 3 വരെ ഈ കാണുന്നതാണ് ഈ പ്രോബ്ലം. 2 തുടങ്ങി 3 വരെ. അപ്പോൾ വരയ്ക്കുന്നത് നിൽക്കത്തില്ല, അല്ല പിന്നെ താഴെ വരയ്ക്കും. 2 തുടങ്ങി 3 വരെയുള്ള ആ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു പോയിന്റ് ഏതാ? 20. മറ്റേ പോയിന്റ് ഏതാ? 30. ആ ലൈനിന്റെ വെർട്ടീസസ് അതാണ്. 20ൽ ഫംഗ്ഷന്റെ വാല്യൂ 22, 30ൽ ഫംഗ്ഷന്റെ വാല്യൂ 32. ഇതാണ് LP11211 എന്നുള്ള പ്രോബ്ലത്തിന്റെ വെർട്ടീസസ്. അപ്പോൾ ഇവിടെ മാക്സിമം ഏതാ? 33 at 30. 33 at 30. അത് തീർന്നു. ഇന്റഗ്രലായി. അപ്പോൾ ഫാത്തോംഡ് എന്ന് നമുക്ക് പറയാം. ഫാത്തോംഡ്. ഇനി ഒരിടത്തും നമുക്ക് ബ്രാഞ്ചിങ് അവശേഷിക്കുന്നില്ല. ഈ പ്രോബ്ലംസിന്റെ എല്ലാം സബ് പ്രോബ്ലംസ് ചെയ്യാവുന്നത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഫാത്തോംഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ആണ്. ഫാത്തോംഡ് സൊല്യൂഷൻസ് നോക്കാം. ഇതൊരു ഫാത്തോംഡ് ആണ്, ഇവിടെ പ്രൂവ്ഡ് ആണ്, ഇവിടെയൊക്കെ പ്രൂവ്ഡ് ആണ്, ഇത് ഫാത്തോംഡ് ആണ്. സോ മാക്സിമം ഈക്വൽ ടു ഫാത്തോംഡ് സൊല്യൂഷൻസിലെ മാക്സിമം എടുക്കുക. ഇത് 32 ഉള്ളൂ, ഇത് 33. മാക്സിമം ഓഫ് 11x1 പ്ലസ് 21x2 ഇന്റഗ്രൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എത്രയാണ്? 33 അറ്റ് 30. x1 ഈക്വൽ ടു 3, x2 ഈക്വൽ ടു 0. ദെൻ x3 നമുക്ക് പറയാം 4x1 പ്ലസ് 7x2 പ്ലസ് x3 ഈക്വൽ ടു 13 എന്നാണ്. പ്ലസ് x3 ഈക്വൽ ടു 13 എന്നാണ്. x1 3 ആണെങ്കിൽ 3 12 ആയത്. x2 0 ആണെങ്കിൽ ഇത് 0. x3 ഈക്വൽ ടു 13 മൈനസ് 12 ഇംപ്ലൈസ് x3 ഈക്വൽ ടു 1. അപ്പോൾ ഒറിജിനൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറയുമ്പോൾ x3യും കൂടെ പറയണം. x3 ഈക്വൽ ടു 1. ഇതാണ് സൊല്യൂഷൻ. ഇനി
ട്രീ വരച്ചിട്ടുണ്ട്. ബി ആൻഡ് ബി ട്രീ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് പ്രോബ്ലം ചോദിച്ചാലും. ദിസ് ഈസ് ദ ബി ആൻഡ് ബി ട്രീ. ഈ പ്രോബ്ലത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാവുന്നത് LP1 എഴുതിയ പോലെ. LP1 പ്രോബ്ലം ഇത്. അടുത്ത സ്റ്റേജിൽ LP1ന്റെ ഫസ്റ്റ് സബ് പ്രോബ്ലം LP11 LP1 പ്ലസ് x1. ഇത് ട്രീയിൽ ക്ലിയർ ആയിട്ടുണ്ട്. x1 ലെസ്, ഒന്ന് രണ്ടെണ്ണമെങ്കിലൊക്കെ അങ്ങനെ എഴുതി കാണിക്കുക. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഫീസിബിൾ റീജിയനിൽ ഇപ്പോൾ പല കളർ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഫീസിബിൾ റീജിയനും മനസ്സിൽ ഓർത്തിരുന്നിട്ട് ഏതാ ഫീസിബിൾ റീജിയൻ ഐഡന്റിഫൈ ചെയ്യുക, അവിടെ ഒന്ന് സൊല്യൂഷൻ പറയുക. ഈ LP11ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ മാക്സിമം ഈക്വൽ ടു 37.5 അറ്റ് 3/2 1 എന്നൊക്കെ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് തെറ്റിക്കാതെ എഴുതുവാണെങ്കിൽ നേരെ ട്രീയിലേക്കും പോകാം. പക്ഷെ ഒന്ന് രണ്ട് സ്റ്റേജ് എഴുതി കാണിക്കണേ. LP11 plus x1 less than or equal to 1. LP11 the two sub problems are LP1ന്റെ സൊല്യൂഷൻ കിട്ടുമ്പോൾ x2 equal to 13/7. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതുപോലെ ഇത്രയും കൂടെ എഴുതുക. x2 equal to x2 equal to 13/7. അത് 1 point something ആണ്. So sub problems are obtained by x2 less than or equal to 1 and x2 greater than or equal to 2. First sub problem is LP11 is LP1 plus x1 less than or equal to 1. Its solution is. Second sub problem LP11 to LP11 plus x2 less than or equal x2 greater than or equal to 2. Its solution is, it has no feasible region and so no feasible solution. അവിടെ പ്രോബ്ലമൊക്കെ എഴുതുക. ഇനി അടുത്ത് വരുമ്പോൾ LP111ന് here x1 equal to, for LP11 problem x1 equal to 3/2 non-integer. Using x1 less than or equal to 1, x1 greater than or equal to 2, we get two sub-problems LP111, LP112. LP11 പാത്തും ഡൗൺ സൊല്യൂഷൻ കിട്ടുമ്പോൾ now ഈ ബ്രാഞ്ച് എവിടെയെങ്കിലും ഇങ്ങനെ അല്ലാതെ കിടപ്പുണ്ട് അതൊക്കെ പിന്നെ എടുത്ത് ബ്രാഞ്ച് ചെയ്യണം. LP112 x2 5/7 non-integer branch with x2 less than or equal to 0, x2 greater than or equal to 1 to obtain LP112 and LP112. Then LP112 proved. LP112 x1 non-integer ആണ്. Using that we can obtain two sub-problems with x1 less than or equal to 3, x1 greater than or equal to 4. Of which the first problem get path-bound and second get proved. No path-bound or proved problems remaining, and taking the maximum value from the path-bound problems we obtain maximum value of the function is 33 at 30. And for the original problem the constraint was an equality and you have to find x3 also. Substituting x1 equal to 3, x2 equal to 0, you get x3 equal to 1 at 301. Maximum value is 33. അതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് എഴുതി പറയുകയും കൂടി ചെയ്യുക. മറ്റൊരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമൈസ് x1 plus 2x2 സബ്ജക്ട് ടു 5x1 plus 7x2 less than or equal to 21 minus x1 plus 3x2 less than or equal to 8. x1 x2 നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. ടെക്സ്റ്റിലെ ഒരു എക്സർസൈസ് പ്രോബ്ലം ആണ്. അപ്പോൾ 0 3 21/5 0 ആദ്യത്തെ ലൈനിലെ പോയിന്റ്സ് ആണ്. 0 8/3 -8 0 രണ്ടാമത്തെ ലൈനിലെ പോയിന്റ്സ് ആണ്. അത് വെച്ച് ഞാൻ ഫീസിബിൾ റീജിയൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കുലർ അല്ല, പൊക്കത്തിലെ ആ ചെറിയ ട്രയാങ്കിൾ പോർഷൻ കട്ട് ചെയ്തിരിക്കുക. 0 0 21/5 0, ഇത് 7/22 61/22 എന്നാണ് രണ്ട് ലൈൻസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഈ കാണുന്ന പോയിന്റ് 0 8/3 ആണ്. രണ്ടാമത്തെ ലൈൻ ആക്സിസിനെ മീറ്റ് ചെയ്ത പോയിന്റ് ആണ്. 7 0 x2 8/3. അതെ, 0 8/3 ആണ് ഈ പോയിന്റ്. അപ്പോൾ ആ 4 കോർഡിനേറ്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. മാക്സിമം എവിടെയാണ് എന്ന് നോക്കുക. ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ 5.86 കിട്ടും. അതിലും ചെറിയ വാല്യൂസ് ആണ് ബാക്കിയുള്ളവർക്കൊക്കെ. എവിടെയാണ് മാക്സിമം വരുന്നത്. ഇനി ഏതിന് വേണമെങ്കിലും ബ്രാഞ്ചിങ്ങിന് ഉപയോഗിക്കാം. രണ്ടും നോൺ ഇന്റഗ്രൽ ആകുമ്പോൾ ഏതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ബ്രാഞ്ചിങ്ങിന് ഉപയോഗിക്കാം. അപ്പം ബ്രാഞ്ചിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടെക്സ്റ്റിലെ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തതെല്ലാം എക്സർസൈസ് പ്രോബ്ലംസ് ആണ്. ഈ ടെക്സ്റ്റിൽ ഇല്ലാത്ത പ്രോബ്ലംസ് ചെയ്ത് ഒരുപാട് എന്തെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത നോട്ട്സ് തരാം. 3 ഡയമെൻഷനിൽ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം 3 ഡയമെൻഷനിലാണെങ്കിൽ ആദ്യം നമുക്ക് സിംപ്ലക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ
ഇൻ്റഗ്രൽ റെസ്ട്രിക്ഷൻ ഇല്ലാതെ നിങ്ങൾ ആ പ്രോബ്ലം സിംപ്ലക്സ് മെത്തേഡ് അറിയാം, സിംപ്ലക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കാണിക്കുക. അപ്പോൾ x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 5, x3 ഈക്വൽ ടു 7/2 എന്നൊക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്നായിരിക്കും സിംപ്ലക്സ് മെത്തേഡിൽ ടേബിളിൽ നിന്ന് കിട്ടിയ സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. ഇത് നോൺ ഇൻ്റഗ്രലാണ്. എന്നിട്ട് നിങ്ങൾ പറയുക x3 7/2 എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്, x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വെച്ച് ബ്രാഞ്ച് ചെയ്യാം. പക്ഷെ നമുക്ക് ഫിഗർ ഇല്ലാത്തതുകൊണ്ട് ബ്രാഞ്ച് ചെയ്യാൻ അറിയത്തില്ല. ബ്രാഞ്ച് ചെയ്യാന്ന് പറയുക. ഈ സൊല്യൂഷൻ കിട്ടിയത് LP1 പ്രോബ്ലം. ഇത് ചേർക്കുന്നത് ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാമല്ലോ, ഒരു സിംപ്ലക്സ് എന്നായാലും ചെയ്യാം. LP11 LP12. അപ്പോൾ മറ്റേ കൺസ്ട്രെയിൻസ് കൊണ്ട് ആ കൂടെ x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള കൺസ്ട്രെയിൻറ്റും ചേർത്ത് LP11 ചെയ്യാം. അതേ കൺസ്ട്രെയിൻസിന്റെ കൂടെ x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരെ x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ചെയ്ത് LP12 പ്രോബ്ലം ചെയ്യാം, 3 ഡയമെൻഷനിലാണെങ്കിൽ. പക്ഷേ ഇവിടെ രണ്ടും സിംപ്ലക്സ് ചെയ്യേണ്ടി വരുന്നു. പ്രോസസ്സ് tedious ആണെന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തുക. അപ്പോൾ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഒരു സിംപ്ലക്സ് നിങ്ങൾ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ നോൺ ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ നോൺ ഇൻ്റഗ്രൽ പല വേരിയബിളിന് കാണാം, ഏതെങ്കിലും ഒരു വേരിയബിൾ എടുത്ത് ഇങ്ങനെ 1 ബ്രാഞ്ച് ചെയ്യാം എന്ന് പറയുക. ബോത്ത് ക്യാൻ ബി സോൾവ്ഡ് ബൈ സിംപ്ലക്സ് മെത്തേഡ്സ് എന്ന് പറയാം. അത്രയൊന്നും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗ്രാഫിക്കൽ ചെയ്യാവുന്ന 2 ഡയമെൻഷണൽ പ്രോബ്ലംസ് ആണ് VNDക്ക് വരേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ അല്ലാതെ വന്നാൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് ഒരു സ്റ്റേജ് സിംപ്ലക്സ് വെച്ച് ചെയ്യാം. ബ്രാഞ്ചിങ് ഏതെങ്കിലും ഒരു വേരിയബിൾ ഉപയോഗിച്ച് LP11 1 പ്രോബ്ലംസ് കാണിക്കുക. എന്നിട്ട് ബോത്ത് ക്യാൻ ബി സോൾവ്ഡ് ബൈ സിംപ്ലക്സ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഒരു സിംപ്ലക്സ് ടേബിൾ തന്നെ ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഇത്രയും സിംപ്ലക്സ് ടേബിൾസ് ഇതുപോലെ ഇത്രയും ബ്രാഞ്ചിങ് ഒക്കെ വരുമ്പോൾ അതെല്ലാം സിംപ്ലക്സ് ടേബിൾസ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീർന്നല്ല, നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഇതുപോലെ ചെയ്യാം എന്ന മെത്തേഡ് ഇതാണ്. ഈ ബ്രാഞ്ചിങ് ഒരു സ്റ്റേജിലെ കാണിക്കുക. ഇങ്ങനെയൊന്ന് ഏതെങ്കിലും ഒരു ഫൈനൽ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ടേബിളിൽ നിന്ന് കിട്ടിയ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ നോൺ ഇൻറ്റീജർ വരുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഒരു ബ്രാഞ്ചിങ് കാണിക്കുക. LP11 LP12 ആർ ദീസ് പ്രോബ്ലംസ്. പക്ഷേ ഇതുപോലെ പിന്നെയും സിംപ്ലക്സ് ടേബിൾസ് വെച്ച് ചെയ്യണം എന്നുള്ളതൊന്ന് നമ്മൾ തൽക്കാലം നിർത്തുന്നു എന്ന് പറയുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ 3 ഡയമെൻഷനിൽ ചോദിച്ചാൽ. പക്ഷേ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ചെയ്ത കൺസ്ട്രെയിൻറ്റ് 3 വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ മൂന്നാമത്തതിനെ നമുക്ക് സ്ലാക്കായിട്ട് പരിഗണിച്ച് അതിനെ 2Dയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്തരം കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് 2Dയിലെ ഗ്രാഫിക്കൽ ഉപയോഗിച്ച് ബ്രാഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അല്ലാത്തൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലം കിട്ടിയാൽ ഇതേ മാർഗ്ഗമുള്ളൂ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കുക. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 3D ചോദിക്കണമെന്നില്ല, 2D ചോദിക്കത്തുള്ളൂ. 3D എങ്ങാനും വന്നാൽ നമുക്ക് മെത്തേഡ് അറിയാമെന്ന് കാണിക്കാൻ അത്രയും. സിംപ്ലക്സ് സോൾവ് ചെയ്യാൻ നമുക്കറിയാമല്ലോ, അത് ചെയ്ത് കാണിക്കുകയും ഒരു ഇൻ്റഗ്രൽ വേരിയബിൾ എടുത്ത് ഇങ്ങനെ ഒരു ബ്രാഞ്ചിങ്ങും കൂടെ കാണിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മെത്തേഡ് അറിയാം. tedious പ്രോസസ് ആയതുകൊണ്ട് ചെയ്യാത്തതാണ് എന്ന് മനസ്സിലാക്കി മാർക്ക് ഫുള്ളും തരും എന്നുള്ളതുകൊണ്ട് ഓർപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ചോദിക്കുമെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. അപ്പോൾ ഈ പ്രോബ്ലം ഇപ്പോൾ കാണുന്ന x1 + 2x2 മാക്സിമൈസ് ചെയ്യേണ്ട ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയുക. ഇനി 0-1 പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ചെറിയ സെക്ഷനേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വീഡിയോ ഇടും. ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലും എക്സ്ട്രാ പ്രോബ്ലംസ് ആവശ്യമുണ്ടെങ്കിലും വിളിക്കുക, മെസ്സേജ് അയക്കുക ചെയ്യും. ഡിയാൻഡിൻ്റെ ടെർമിനേഷൻ പ്രൊസീജിയറിനെ പറ്റി, പാത്തോംഡ് പ്രൂൺഡ് ബ്രാഞ്ചിങ്ങിനെ പറ്റി, XP ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇൻ BP, XP ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇൻ BP എന്നൊക്കെ കൊടുക്കുന്ന ചെറിയ നോട്ട്സ് തിയറി ആയിട്ടുണ്ട്. പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിക്കുക. അത്തരം ഒരു പേജ് എഴുതാനുള്ള നോട്ട്സ് ഉണ്ടാവും. ആ നോട്ട്സ് ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇന്നോ നാളെ ആയിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓർപ്പിച്ച് നോട്ട്സ് വാങ്ങിക്കണം, അത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.